എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ നടക്കുന്നത് കേരള വ്യാപാരി വ്യവസായി പുനരുദ്ധി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഓണം വ്യാപാരോത്സവം 2025 ഇതിന്റെ ഭാഗമായി ഞങ്ങളുടെ കടകളിൽ നിന്നും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന കൂപ്പൺ വഴി ലഭിക്കുന്ന സമ്മാനങ്ങൾ ഞങ്ങൾ എല്ലാ തിങ്കളാഴ്ചയും 5 പർച്ചേസ് ചെയ്യുന്നവർക്കും ഇതിൽ പങ്കെടുക്കുന്ന ഒരാൾക്കും ഇത് 6 പേരെയാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ഇന്നും അതുപോലെ തന്നെ 6 പേരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഇന്നിവിടെ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഒരു സമ്മാനമുണ്ട്. ഇത് കഴിയുമ്പോൾ 500 രൂപയുടെ ഒരു പർച്ചേസ് കൂപ്പണാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ വെച്ചിരിക്കുന്ന ബോക്സിൽ നിങ്ങളുടെ പേരും ഫോൺ നമ്പറും എഴുതിയിടുക മാത്രമാണ്. ഈ പ്രോഗ്രാം കഴിയുമ്പോൾ നിങ്ങളോട് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ സമ്മാനത്തിന് അർഹമാവുള്ളൂ. അതും കൂടി പറയാം. ഇവിടെ ഈ പരിപാടി ആരംഭിക്കുകയാണ്. ആദ്യമായി പുനരുദ്ധി യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ സുധീർ മേനോനെ ഞാൻ വേദിയിലേക്ക് കയറിയിരിക്കാനായി ക്ഷണിക്കുകയാണ്. കൂടാതെ ശ്രീ KP അനിൽകുമാർ, വരേക്കാട് റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ്, FAC പ്രസിഡന്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് കയറിയിരിക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. കൂടാതെ ശ്രീ സുകുമാരൻ TS ഇവിടെ എത്തിയിട്ടുണ്ട്. ശ്രീലക്ഷ്മി കമ്പൈൻസിന്റെ ഓണർ, അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ ലത്തീഫ് ഗ്ലൈഡഡ് ഗ്രാബ് ഉടമ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. മിസ്റ്റർ ജെറിയാണ് വരേക്കാട് പ്രസിഡന്റ്, അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ യോഗത്തിലേക്ക് സ്വാഗതം. ഞാൻ അതിനായി കാര്യപരിപാടികൾക്കായിട്ട് ഞാൻ പ്രസിഡന്റിനെ ക്ഷണിച്ചോളൂ. പ്രിയമുള്ളവരെ, ഇവിടെ കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി പുനരുദ്ധി യൂണിറ്റ് ഓണം വ്യാപാരോത്സവം 2025 എന്ന പദ്ധതിയുമായി ആദ്യത്തെ ഓണപരിപാടി ഒരുപക്ഷെ നമ്മുടെ കഴിഞ്ഞ മാസം 17-ാം തീയതി ചിങ്ങം 1-ന് തുടങ്ങിയ പരിപാടിയാണ്. അതിൽ 5 നറുക്കെടുപ്പുകൾ കഴിഞ്ഞിരിക്കുന്നു. എല്ലാ ആഴ്ചയും തിങ്കളാഴ്ച വൈകുന്നേരം 6 മണിക്ക് നമ്മുടെ യൂണിറ്റിന്റെ പരിധിയിൽപ്പെടുന്ന വിവിധ സ്ഥലങ്ങളിൽ വെച്ചാണ് നമ്മൾ നറുക്കെടുപ്പ് നടത്താറുള്ളത്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഏരിയയിൽ നിന്നും നിങ്ങൾ നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമ്മാന കൂപ്പൺ, ആ കൂപ്പണുകളാണ് നറുക്കിട്ട് ഇവിടെ സമ്മാനം വിതരണം ചെയ്യുന്നത്. ഒരു തവണ സാധനം മേടിച്ച് കിട്ടുന്ന സമ്മാന കൂപ്പൺ ആണെങ്കിൽ പോലും എല്ലാ നറുക്കിലും ആ സമ്മാന കൂപ്പൺ ഉൾപ്പെടുത്തുന്നതാണ്. പ്രിയമുള്ളവരെ, ഈ പറയുന്ന തിങ്കളാഴ്ച നടത്തുന്ന 6 നറുക്കെടുപ്പുകൾ വീതം ലാസ്റ്റ് വരുന്ന ഒക്ടോബർ 31-ാം തീയതി മെഗാ നറുക്കെടുപ്പ് കൂടിയാണ് നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കുന്നത്. ഒക്ടോബർ 31-ന് നറുക്കെടുക്കുന്ന 1-ാം സമ്മാനം സ്പ്ലിറ്റ് AC-യും, 2-ാം സമ്മാനം വാഷിംഗ് മെഷീനും, 3-ാം സമ്മാനം ഫ്രിഡ്ജും അടക്കം നിരവധി ഏകദേശം ഒരു 65ഓളം സമ്മാനങ്ങളാണ് നമ്മൾ നറുക്കെടുപ്പിലൂടെ ഈ പുനരുദ്ധി നിവാസികൾക്കായി വിതരണം ചെയ്യുന്നത്. ഈ സമ്മാനങ്ങൾ നറുക്കെടുപ്പിലൂടെ ഇവിടെ അനൗൺസ് ചെയ്യുക മാത്രമല്ല, ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കുന്ന വിജയിക്കുന്ന എല്ലാവർക്കും അവർക്ക് ലഭിക്കുന്ന സമ്മാനങ്ങൾ വരുന്ന നവംബർ 2-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ സെന്റ് പാട്രിക് കാച്ചപ്പള്ളി റോഡിലുള്ള സെന്റ് പാട്രിക് പള്ളി ഹാളിൽ വെച്ച് നടക്കുന്ന ആ പ്രോഗ്രാമിൽ വെച്ച് സമ്മാന വിതരണം നൽകുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നടക്കുന്നത് 6ാമത്തെ പ്രോഗ്രാമാണ്. അതിൽ 1-ാം സമ്മാനം നമ്മുടെ വ്യാപാരി വ്യവസായ പ്രതിനിധി സംഭാവന നൽകുന്ന മിക്സിയാണ്. അതുപോലെ തന്നെ 2-ാം സമ്മാനം ഇൻഡക്ഷൻ കുക്കറാണ്. 3-ാം സമ്മാനം നമ്മുടെ തന്നെ മെമ്പർ ബഹുമാന്യ ശ്രീ സുകുമാരൻ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ശ്രീലക്ഷ്മി കമ്പൈൻസ് എന്ന് പറയുന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇവിടെ FAC റോഡിൽ നടന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ സ്ഥാപനം നടത്തുകയാണ്. അദ്ദേഹം സ്പോൺസർ ചെയ്തിട്ടുള്ള ഡിന്നർ സെറ്റാണ് ഇന്നത്തെ 3-ാം സമ്മാനം. അതുപോലെ 4-ാം സമ്മാനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ അംഗമായ വൃത്തി സ്റ്റോഴ്സ്, ചളിക്കവട്ടത്തുള്ള വൃത്തി സ്റ്റോർ സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു ക്ലീനിങ് കിറ്റാണ്. അതുപോലെ 5-ാമത്തെ സമ്മാനം
നമ്മുടെ മെമ്പറായ ശ്രീ അബ്ദുൾ ലത്തീഫ്, അദ്ദേഹത്തിന്റെ ഷോപ്പാണ്. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പൊന്നുരുന്നി അമ്പലത്തിന്റെ തൊട്ട് മുമ്പിൽ കാണുന്ന ഗ്ലൈഡഡ് ഗാർബ് എന്ന് പറയുന്ന ആ റെഡിമെയ്ഡ് ജെൻസിന്റെ റെഡിമെയ്ഡ് സ്ഥാപനം അദ്ദേഹത്തിൻ്റെയാണ്. ആ സ്ഥാപനം സ്പോൺസർ ചെയ്യുന്ന ഒരു ഷർട്ട്. അതുപോലെ ഇന്നിവിടെ ഈ പരിപാടിയിൽ ആദ്യാവസാനം വരെ പങ്കെടുക്കുന്ന കാണികൾക്ക് ഒരു പർച്ചേസ് കൂപ്പൺ ലഭിക്കുന്നു. അതിന് നറുക്കെടുപ്പിനായി ആ സമ്മാനം ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും നമ്പറും എഴുതിയ സ്ലിപ്പ് ഇവിടെ ഇവിടെ വെച്ചിട്ടുള്ള ആ ബോക്സിൽ നിക്ഷേപിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ചീഫ് ഗസ്റ്റ് ശ്രീ പ്രവീൺ അവറുകളാണ്. കടവന്തറ പോലീസ് സ്റ്റേഷനിലെ പ്രിൻസിപ്പൽ SI ആണ്. അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അദ്ദേഹം വരുമ്പോൾ നമുക്ക് ഉദ്ഘാടന ചടങ്ങായിട്ട് മുന്നോട്ട് പോകാം. പ്രിയമുള്ളവരെ, ഒരു യോഗത്തിന്റെ ആദ്യ നടപടിക്രമം എന്ന് പറയുന്നത് സ്വാഗതമാണ്. നമ്മുടെ സെക്രട്ടറി യോഗത്തിലുള്ള വിശിഷ്ടാതിഥികളെയും ഇവിടെ കൂടിയിട്ടുള്ളവരെയും സ്വാഗതം ചെയ്യുന്നതിനായി സെക്രട്ടറിയെ ക്ഷണിച്ചു കൊടുത്തു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്ന സംഘടന, എനിക്ക് തോന്നുന്നു ഞാൻ കുഞ്ഞുനാൾ മുതൽ കച്ചവടത്തിലേക്ക് ഇറങ്ങിയപ്പോൾ മുതൽ ഈ സംഘടനയെ ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെ നോക്കിയിട്ടുണ്ട്. അതുപോലെ കച്ചവടക്കാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഈ സംഘടന കൊണ്ട് ഒത്തിരി ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും റോഡിലേക്ക് ഉറ്റു നോക്കിയിരിക്കുന്നവരാണ് നമ്മൾ. ഒരാളൊന്ന് പ്രായമുള്ളൊരു അമ്മയോ അച്ഛനോ ഒന്ന് വീണാൽ തന്നെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ഈ വ്യാപാരികൾ ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ് ഞങ്ങളുടെ ഈ സംഘടനയ്ക്കുള്ള കരുത്ത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഇന്നത്തെ ഈ പരിപാടി ഇവിടെ ഇത് ചെയ്യുന്നത് തന്നെ നമ്മൾ വ്യാപാരികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് എന്തെങ്കിലുമൊക്കെ ലഭിക്കണം. വലിയ വലിയ മാളുകളിലും മറ്റും പോയി മേടിക്കുമ്പോൾ വെറുതെ എഴുതിയിരുന്നതല്ലാതെ നമ്മുടെ കോൺടാക്ട് നമ്പർ കാര്യങ്ങൾ എഴുതിയിരുന്നതല്ലാണ്ട് സമ്മാനം ലഭിച്ചവർ വളരെ കുറവാണെന്നുള്ളതാണ് എൻ്റെ അറിവ്. അതും സത്യം തന്നെയാണ്. നമ്മളത് എല്ലാം മാറ്റി കൃത്യമായിട്ട് കൊടുത്ത ടിക്കറ്റുകൾക്ക് മാത്രം, ഫ്രീ ആയിട്ട് കൊടുത്ത ആ സമ്മാന കൂപ്പണുകൾ മാത്രം നറുക്കെട്ടുകൊണ്ട് 5 പേരെ വീതം ഏകദേശം 10 നറുക്കെടുപ്പുകൾ 10 ദിവസങ്ങളിലായിട്ട് 10 തിങ്കളാഴ്ചകളായിട്ട് നടക്കുമ്പോൾ 50ഓളം ഭാഗ്യശാലികൾ കൂടാതെ പങ്കെടുക്കുന്ന ആ 10 ഇന്ന് ഇവിടെ പങ്കെടുക്കുന്ന ഓരോ മീറ്റിങ്ങുകൾ പങ്കെടുക്കുന്ന 10 പേർക്കും സമ്മാനങ്ങൾ കൊടുക്കുന്ന ഒരു നല്ലൊരു പരിപാടി തന്നെയാണ്. വളരെ വിജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഈ യോഗത്തിൽ അധ്യക്ഷൻ വഹിക്കാമെന്ന് പറഞ്ഞ SI വലിയൊരു കേസിലെന്തോ ആളിപ്പോൾ വിളിച്ചപ്പോൾ അദ്ദേഹം ഒരു ക്രിമിനൽ കേസ് എന്തോ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ലേറ്റ് ആവും എന്ന് പറഞ്ഞ പോലീസുകാരുടെ കാര്യം അങ്ങനെയാണ്. അതുകൊണ്ട് അദ്ദേഹം വരുമ്പോൾ നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കടക്കാം. പ്രസിഡന്റ്, ആദ്യമായി ഞാൻ പറയേണ്ടത് നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റിനാണ് ഞാൻ സ്വാഗതം നൽകുന്നത്. സുധീർ മേനോൻ സാറിന് സ്വാഗതം. കൂടാതെ FAC പ്രസിഡന്റ്, FAC റോഡ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ അനിൽകുമാറിന് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ തൊട്ടടുത്ത റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട് വരേക്കാട് റോഡ് ജെറി സാറിന് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ ബാക്കി ഞങ്ങളുടെ മെമ്പേഴ്സ് തന്നെയാണ്, ഞങ്ങളുടെ അംഗങ്ങളാണ്, ഞങ്ങളുടെ താങ്ങും തണലും ആയിട്ടുള്ള ശ്രീ സുകുമാരൻ TS, അദ്ദേഹം ശ്രീലക്ഷ്മി കമ്പൈൻസിന്റെ, ഞാൻ പറഞ്ഞു അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ലത്തീഫിക്ക, ഞങ്ങളെല്ലാം ലത്തീഫിക്ക എന്ന് വിളിക്കുന്ന ലത്തീഫിക്കെ പ്രത്യേകം ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ ഇന്നിവിടെ എത്തിയിരിക്കുന്ന എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും എല്ലാ കച്ചവടക്കാരെയും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. നമ്മുടെ ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കാനായി ആദ്യം ശ്രീ അനിൽകുമാർ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തൊട്ടടുത്തുള്ള ഇവിടെ അമ്പലത്തിന് ഫ്രണ്ടിൽ കാണുന്ന FAC റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റാണ് അദ്ദേഹം. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നിങ്ങളുമായിട്ട് 2 വാക്കും ആശംസകൾ അർപ്പിക്കാം. പ്രിയപ്പെട്ട നമ്മുടെ ബഹുമാന്യ അധ്യക്ഷൻ ശ്രീ സുധീർ മേനോൻ, അതുപോലെ തന്നെ ഇവിടെ പല പ്രമുഖ വ്യക്തികളും വേദിയിൽ സന്നിഹിതരായിട്ടുണ്ട്. പേര് എടുത്ത് പറയുന്നില്ല. നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥി ശ്രീ സുകുമാർജിയാണ്. അദ്ദേഹം ഒരു പ്രൈസ് ഇവിടെ സമ്മാനമായി നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉദ്ഘാടകൻ പ്രവീൺ സാർ, കടവന്തറ SI പ്രവീൺ സാർ ആയിരുന്നു. അദ്ദേഹം എത്തിക്കൊണ്ടേയിരിക്കുന്നത്. എന്തായാലും എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പ്രിയ വ്യാപാരികളെ, പ്രിയ നാട്ടുകാരെ, നമ്മുടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന സംഘടന തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി എന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. എൻ്റെ ഓർമ്മയിൽ നമ്മുടെ ഈ ഇതിന് മുമ്പിൽ ഗോവിന്ദൻ ചേട്ടൻ്റെ കടയിൽ, അതിനുശേഷം ഗോവിന്ദൻ ചേട്ട മകനായിരുന്നു ആ കട നടത്തിയിരുന്നത്.
അതിനുശേഷം ഇപ്പോൾ മകൻ്റെ ഭാര്യയാണ് നടക്കുന്നത്. നമ്മുടെ ആദ്യത്തെ പുല്ലുരുന്തിയിലെ വ്യാപാര സംഘടനയുടെ ആ പഴയ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ മധുചേട്ടൻ, ഗോവിന്ദൻ ചേട്ടൻ അവരൊക്കെ ആയിരുന്നു. അവരുടെ പാത പിന്തുടർന്ന് പിന്നെ നമ്മുടെ അയ്യപ്പൻ ചേട്ടൻ, അല്ലേ ശരിയല്ലേ, അയ്യപ്പൻ ചേട്ടൻ, അങ്ങനെയുള്ള മുതിർന്ന ആളുകളായിരുന്നു ഇത് നേരത്തെ കൊണ്ടു നടന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം ഈ പുതുതലമുറ നമ്മുടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പുതിയ ഭാരവാഹികൾ അത് ഏറ്റെടുത്തു. അവരുടെ പ്രവർത്തനം വളരെ നന്നായി തന്നെ നമ്മുടെ പുല്ലുരുന്തി വൈറ്റില പ്രദേശങ്ങളിൽ നന്നായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പരിപാടി അവർ സംഘടിപ്പിച്ചത് ജനങ്ങൾക്കും വ്യാപാരികൾക്കും ഒപ്പം തന്നെ ഈ പറഞ്ഞ നാട്ടുകാർ അതുപോലെ തന്നെ പല വിഭാഗത്തിൽപ്പെട്ടവർക്കും ഉപകാരപ്രദമായ ഈ പരിപാടി, അതായത് ഓണോത്സവം 2025 എന്ന പരിപാടി വളരെ ഗംഭീരമായി തന്നെ നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വ്യാപാരികളുടെ ഒരു ചെറിയ സഹായം എന്ന് തന്നെ പറയാം. പൊതുജനങ്ങൾക്ക് അത് ലഭിക്കുന്നത് വളരെ നല്ല കാര്യം തന്നെ, അവർ കൊടുക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. വ്യാപാരികൾ എല്ലാ രംഗത്തും മുന്നോട്ട് വന്നിട്ടുണ്ട്. നമുക്കറിയാം, കോവിഡ് വന്നപ്പോഴും അതുപോലെ വെള്ളപ്പൊക്കം വന്നപ്പോഴും ഒക്കെ നമുക്ക് പൊതുജനങ്ങൾക്ക് സഹായമായി ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും വ്യാപാരികൾ തന്നെയാണ്. വെള്ളപ്പൊക്കം വന്നപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ മാധ്യമങ്ങളിലും നമ്മൾ കാണുന്നതാണ്, ടി വിയിലൊക്കെ കാണുന്നതാണ്. ആ വെള്ളപ്പൊക്കത്തിൽ നമ്മളെ സഹായിക്കാൻ തീർച്ചയായിട്ടും വ്യാപാരികളും അതുപോലെ അധ്വാനിക്കുന്ന സംഘടനകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. എന്ത് ആപത്ത് ഈ പൊതുനാട്ടിൽ സംഭവിച്ചാലും ഈ നാട്ടിൽ സംഭവിച്ചാലും വ്യാപാരികളാണ് ആദ്യമായി മുന്നോട്ട് വരുന്നത് സഹായിക്കാൻ. വ്യാപാരിയുടെ സഹായം കഴിഞ്ഞാണ് പിന്നെ മറ്റു പാർട്ടിക്കാരുടെയും മറ്റുള്ളവരുടെയൊക്കെ സഹായം പിന്നീട് വരുന്നത്. തീർച്ചയായും ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടത്തുന്ന ഈ പരിപാടി വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ, എല്ലാ വിജയങ്ങളും അവർക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആദ്യമായി ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ FAC തീർച്ചയായിട്ടും അസോസിയേഷനുകളുടെ ഭാരവാഹികൾക്കൊന്നും ആരും വിളിക്കാറില്ല. സത്യത്തിൽ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ വിളിക്കാറുണ്ട്, ഭാരവാഹികളൊക്കെ വിളിക്കാറുണ്ട്. അതെന്തായാലും നാട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അന്വേഷിക്കും, ചിലപ്പോൾ നടന്നത് ഇല്ല. അല്ലാതെ ശരിക്കും അസോസിയേഷൻ്റെ ഒരു ഭാരവാഹികൾ ഒരാൾ വിളിക്കാറില്ല. തീർച്ചയായിട്ടും ഈ അസോസിയേഷനൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അപ്പോൾ അസോസിയേഷൻ വരുമ്പോൾ പരിപാടി പൊതുജനങ്ങളായി അപ്പോൾ ഇത്തരം പരിപാടികൾ വിളിച്ച തീർച്ചയായിട്ടും ഞങ്ങളുടെ FAC റെസിഡൻസ് അസോസിയേഷൻ്റെ എല്ലാ പൂർണ്ണ പിന്തുണയും പുല്ലുരുന്തി വൈറ്റില വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു. അടുത്തത് നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ മെമ്പറാണ് ശ്രീലക്ഷ്മി കമ്പൈൻസ് എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ സ്ഥാപനം നടത്തുന്ന ഏത് കാര്യങ്ങളായാലും, അതായത് നമ്മുടെ ഒരു അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഏത് കാര്യത്തിനായാലും സഹായം അഭ്യർത്ഥിച്ചു കഴിഞ്ഞാൽ നിരസിക്കാത്ത ശ്രീ സുകുമാരൻ അവരെ 2 വാക്ക് സംസാരിക്കാനായി ക്ഷണിച്ചു. സുഹൃത്തുക്കളെ, നമ്മുടെ വ്യാപാരി വ്യവസായി പൊന്നുരുന്തി യൂണിറ്റിൻ്റെ നമ്മുടെ പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ സുധീർ മേനോൻ, സെക്രട്ടറി ശ്രീ അരുൺകുമാർ, ട്രഷറർ ബിജോയ്, നമ്മുടെ FAC റോഡ് റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ അനിൽകുമാർ, മരേക്കാട്ട് റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ പിന്നെ ഇവിടെ എത്തിച്ചേർത്തിട്ടുള്ള നമ്മുടെ വ്യാപാരി സുഹൃത്തുക്കളെ, നമ്മുടെ ഈ വ്യാപാരോത്സവം ഈ നമ്മുടെ KVVSൻ്റെ പൊന്നുരുന്തി യൂണിറ്റ് ഇത്ര ഭംഗിയായിട്ട് കൊണ്ടു നടക്കുന്നത് നമ്മുടെ ചെറുകിട വ്യാപാരികളുടെ ബിസിനസ് ഓണക്കാലത്ത് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. വ്യാപാരി വ്യവസായിയുടെ നമ്മുടെ യൂണിറ്റിൻ്റെ ഈ ഉദ്യമം വളരെ പ്രശംസനീയമാണ്. ഇതുപോലെ എല്ലാ വർഷവും എല്ലാ വ്യാപാരോത്സവം നടക്കുന്ന എല്ലാ കാലത്തും ഇത് കൊണ്ടു നടന്നാൽ വളരെ നല്ലതായിരിക്കും. നമ്മൾ ചെറുകിട വ്യാപാരികളുടെ വ്യാപാരം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ പ്രശംസനീയമാണ്. ഇതിനു വേണ്ടി എൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊള്ളുന്നു.
താങ്ക് യു വെരി മച്ച്. ഇവിടെ കൂടി നിൽക്കുന്നവരോട് പറയുകയാണ്, വീണ്ടും കാണികൾക്കുള്ള സമ്മാനം ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ പേരും നമ്പറും എഴുതിയ ആ സ്ലിപ്പ് ഇവിടെ ഫ്രണ്ടിൽ വെച്ചിട്ടുള്ള ബോക്സിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാം. അവസാനം ആ നറുക്കെടുപ്പിൽ ലഭിക്കുന്ന ആളുടെ പേര് വിളിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ, വിളിക്കുന്ന ആൾ ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു 500 റുപ്പീസിന്റെ പർച്ചേസ് കൂപ്പൺ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഈ പൊന്നുരുന്നി പ്രദേശത്തുള്ള നിരവധി അസോസിയേഷനിലെ അംഗങ്ങളാണ് നമ്മുടെ താങ്ങും കരുത്തും. ആ റെസിഡൻസ് അസോസിയേഷനിലെ പെട്ട നമ്മുടെ വരേക്കാട് റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റായ ശ്രീ ജെറി അവറുകളെ നിങ്ങളോട് സംസാരിക്കാനായി ക്ഷണിച്ചോളൂ. എത്രയും പ്രിയപ്പെട്ട നമ്മുടെ ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ സുധീർ സാർ, വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, പ്രിയമുള്ള കമ്മിറ്റി അംഗങ്ങളെ, നാട്ടുകാരെ, വരേക്കാട് റോഡും നമ്മുടെ വ്യാപാര വ്യവസായ അസോസിയേഷൻ എന്ന് പറയുന്നത് വളരെ ഒരു അടുത്ത ആത്മബന്ധമുള്ള ഒരു 2 ഫാമിലി എന്ന് വേണേൽ പറയാം. കാരണം ഞാൻ ഈ ഇടയ്ക്കാണ് ഞങ്ങളുടെ അസോസിയേഷൻ്റെ ഭാരവാഹിത്വം ഏറ്റെടുത്തത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ ഞങ്ങളുടെ അസോസിയേഷനിലെ എന്ത് പ്രോഗ്രാം നടക്കുവാണേലും അതിൽ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഭാഗഭാഗിത്വം വ്യാപാര വ്യവസായ അസോസിയേഷൻ്റെ സൈഡിൽ നിന്നും വരാറുണ്ട്. ഇപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നതെന്ന് വെച്ചാൽ, ഞങ്ങളുടെ അവിടെ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടായിരുന്നു. വരേക്കാട് റോഡിൽ നിന്ന് കാച്ചിപ്പള്ളി റോഡിലേക്ക് പോകുന്ന ഒരു ബ്ലൈൻഡ് സ്പോട്ട്. അവിടെ പലപ്പോഴും ബൈക്കുകൾ തമ്മിലൊരു ചെറിയ ആക്സിഡൻറ്റ് നടക്കുന്നൊരു സ്പോട്ടുമായിരുന്നു. അപ്പോൾ അവിടെ ഒരു ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ഭാരവാഹികളായിരുന്നു. അവർ വ്യാപാര വ്യവസായിനെ അപ്രോച്ച് ചെയ്തും നിങ്ങൾ അത് ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്ത് തരികയുണ്ടായി. അതുകൊണ്ട് തന്നെ അവിടുത്തെ പിന്നീട് ഞാനവിടെ ആക്സിഡൻറ്റ് നടന്നതായിട്ട് കണ്ടില്ല. തിരക്കുകളുണ്ട്, ബട്ട് ആക്സിഡൻറ്റ് ഇല്ല. അപ്പോൾ അങ്ങനെ നല്ല പ്രവർത്തനങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് കാഴ്ചവെക്കുന്നുണ്ട്. ഇനിയും നല്ല പ്രവർത്തനങ്ങൾ വരണം എന്ന് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. അതിനേക്കാളുപരി ഞാനും ഒരു വ്യാപാര അസോസിയേഷൻ്റെ ഒരു അംഗമാണ്. പക്ഷേ എനിക്ക് പറയാൻ പറ്റും, നിങ്ങളുടെ കൂട്ടായ്മ ശരിക്കും അടിപൊളിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നയിക്കുന്നതെന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രായമായ ഞങ്ങളുടെ അങ്കിൾമാരൊക്കെ ഉണ്ട്. സോ ദേ ഹാവ് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്, ഇത് എങ്ങനെ മുന്നോട്ട് പോകണം. ഇപ്പോൾ ഞങ്ങളൊരു ഐഡിയ പറഞ്ഞാലും ചില സമയത്ത് അവിടെ ഒരു എന്താ പറയുക, ഞങ്ങൾ തമ്മിലുള്ള ഫ്രിക്ഷൻസ് ഒക്കെ നടക്കാറുണ്ട്. പക്ഷേ എങ്കിലും അതൊരു സന്തോഷം നിറഞ്ഞൊരു ഫാമിലിയാണ് ഞങ്ങൾ. അപ്പോൾ ഇതുപോലത്തെ ഒരു ഈവെൻറ്റ് സത്യം പറയാൻ ഞങ്ങളുടെ മനസ്സിൽ പണ്ട് വന്നു. പക്ഷെ അത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ലെന്നും പറഞ്ഞതങ്ങ് പോയി. പക്ഷേ ഇങ്ങനത്തെ പ്രവർത്തനം വേണം. കാരണം ഒരു വ്യാപാരിയായി ഞാൻ തന്നെ പറയുന്നു, കാരണം ഓൺലൈനും ഇങ്ങനെ പല ഇതും നമ്മളെ ചെറുകിട ബിസിനസ്സുകളെ ചൂഷണം ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മളിതുപോലത്തെ വെറൈറ്റി ഓഫറുകളെല്ലാം നമ്മളെ പൊതുജനങ്ങൾക്ക് കിട്ടുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അടുത്തേക്ക് തന്നെ വരും. പലപ്പോഴും പല എക്സാമ്പിളിൽ നമ്മളത് കണ്ടിട്ടുണ്ട്. ഇനിയും ഇതുപോലത്തെ നല്ല പ്രവർത്തനങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു വെരി മച്ച് ശ്രീ ജെറി. അദ്ദേഹം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. പ്രിയമുള്ളവരെ, ഇവിടെയുള്ള കാണികളായ നാട്ടുകാരോടാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഇവിടെയുള്ള വ്യാപാര സുഹൃത്തുക്കളെ ഇവിടുന്ന് വേണം, ഈ പരിസരത്ത് വേണം സാധനങ്ങളൊക്കെ മേടിക്കാൻ. ഇവിടെയുള്ള പൈസ ഈ പറയുന്ന വ്യാപാരികളുടെ കൈകളിൽ എത്തിക്കഴിഞ്ഞാൽ അത് ചെലവാക്കുന്നപടിയാണ്. നിങ്ങൾക്ക് എന്തൊരു ആവശ്യം വന്നു കഴിഞ്ഞാലും ഞങ്ങളുണ്ട് ഇവിടെ, വ്യാപാരികൾ നിങ്ങളോടൊപ്പമുണ്ട്. അതുപോലെ നമ്മൾ പരസ്പര സഹായത്തിൽ വേണം ഇവിടുന്ന് പോകാൻ. മാളുകളിലും അതുപോലെ പല ഓഫറുകളും ഓൺലൈനിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ സഹായിക്കാനായിട്ട് ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാം, ഈ അടുത്ത കാലത്ത് ഒരു ഏതാനും 6 മാസമേ ആയിട്ടുള്ളൂ പൊന്നുരുന്നി അമ്പലത്തിന്റെ ഫ്രണ്ടിലുള്ള ഗ്ലൈഡഡ് ഗാർബ് എന്ന് പറയുന്ന ജെൻസിനുള്ള റെഡിമെയ്ഡ് കട തുടങ്ങിയിട്ട്. ആ കടയിൽ കയറി നോക്കിയവർക്കറിയാം, നിങ്ങളുടെ അഭിരുചിക്ക് ഇണങ്ങുന്ന വിധത്തിലുള്ള നിരവധി റേറ്റുകളുടെ അനുസരിച്ചുള്ള വളരെ വെറൈറ്റിയുള്ള തുണിത്തരങ്ങളാണ് അവിടെയുള്ളത്. അതിന്റെ ഓണറായ ശ്രീ അബ്ദുൾ ലത്തീഫ് അവരുടെ 2 വാക്ക് പറയാൻ ക്ഷണിച്ചു കൊടുത്തു. നമസ്കാരം. കേരള വ്യവസായി ഏകോപന സമിതിയുടെ 6ാമത്തെ ആഴ്ചയാണിത്.
അതിഗംഭീരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ക്ഷണിച്ചിട്ടുള്ള അതിഥികൾക്ക് നമസ്കാരം. ഓണം വ്യാപാരോത്സവം ഇപ്പോൾ 6ാമത്തെ ആഴ്ച നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പേരിൽ എല്ലാവരും സഹകരിച്ചും ഗംഭീരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പേരിൽ എല്ലാ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വെക്കുന്നു. അപ്പൊ SI അദ്ദേഹം ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് നറുക്കെടുപ്പ് ആരംഭിക്കാം. ആദ്യത്തെ നറുക്കെടുപ്പ് നടത്തുന്നതിനായി നമ്മുടെ ശ്രീ അനിൽകുമാർ FAC റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റായ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അതിനു മുമ്പായി നറുക്കെടുപ്പിന് കുറച്ച് കാര്യങ്ങൾ കൂടി എല്ലാവരും അറിയാനായിട്ട് പറയട്ടെ. ഇന്ന് നമ്മൾ നറുക്കെടുക്കുന്നത് നമ്മളെ തുടക്ക നമ്പറായ 10,001 മുതൽ 25,300 വരെയുള്ള നമ്പറുകളാണ് ഇന്ന് നറുക്കെടുക്കുന്നത്. 10,001 മുതൽ 25,300 വരെയുള്ള നറുക്കെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. അതിൽ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള നമ്പറുകൾ പുസ്തകം നഷ്ടപ്പെട്ടതിനാൽ, ഞങ്ങളുടെ കയ്യിൽ നിന്ന് പുസ്തകം നഷ്ടപ്പെട്ടതിനാൽ 50 കൂപ്പണുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. 15,901 മുതൽ 15,950 വരെയുള്ള നമ്പറുകൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ നറുക്കെടുപ്പ് ആരംഭിക്കുമ്പോൾ ഈ നമ്പറുകളിലെ തുടക്കം എന്ന് പറയുന്നത് 1ഓ 2ഓ ആയിരിക്കും ആദ്യത്തെ. അതുകൊണ്ട് ആദ്യം നറുക്കെടുക്കുന്നത് 1ഓ 2ഓ, 1ലാണോ 2ലാണോ തുടങ്ങാം. ശ്രീ അനിൽകുമാർ അവരെ ക്ഷണിച്ചു കൊടുക്കും. 1, 2 മാത്രമാണ് നറുക്കെടുക്കുന്നത്. ഒരെണ്ണം എടുത്തു കൊടുത്തു. ഒന്നാണ് നറുക്കെടുത്തുള്ളത്. അപ്പോൾ 1ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 10,001 മുതൽ 19,999 വരെയുള്ള നമ്പർ ഏതെങ്കിലും ആയിരിക്കും. അതുപോലെ ഈ നറുക്കിൽ കൊടുക്കുന്ന സമ്മാനം എന്ന് പറയുന്നത് മിക്സിയാണ്. നമ്മൾ വ്യാപാര വ്യവസായ ഏകോപന സമിതി സംഭാവന ചെയ്യുന്ന മിക്സിയാണ്. അപ്പോൾ ഇനി അടുത്ത നമ്പറുകൾ 5 നമ്പറുകളുണ്ട്. ബാക്കി 4 നമ്പറുകൾ 0 മുതൽ 9 വരെയുള്ള നമ്പറുകളായിരിക്കും. അപ്പോൾ 0 മുതൽ 9 വരെയുള്ള മുഴുവൻ നമ്പർ ഇട്ടിട്ടുണ്ട്. അടുത്ത നമ്പർ എടുക്കാനായി വീണ്ടും 9ആണ്. അപ്പൊ 19,000 എന്ന് തുടങ്ങുന്ന നമ്പറാണ്. 19,000 മുതൽ 19,999 വരെയുള്ള ഏത് നമ്പർ വാങ്ങാം. മൂന്നാമത്തെ നമ്പർ 9 തന്നെയാണ്. വീണ്ടും 9ആണ്. അപ്പൊ വീണ്ടും ഒന്നുകൂടി പിക്ചർ ക്ലിയർ ആയിരിക്കണം. 19,900 മുതൽ 999 വരെയുള്ള നമ്പർ ആകാം. ആറാണ്. അപ്പൊ 19,960 മുതൽ 19,969 വരെയുള്ള നമ്പറാണ്. 19,960 മുതൽ 69 വരെയുള്ള നമ്പറാണ്. എടുത്തോളൂ. 9ആണ്. സോറി, 6ആണ്. അപ്പൊ നമ്പർ ക്ലിയർ ആയിരിക്കണം. കഴിഞ്ഞു. 5 നമ്പർ ആയില്ലേ? 19,966 എന്ന് പറയുന്ന നമ്പറാണ് ലഭിച്ചിട്ടുള്ളത്. അത് ഏത് കടക്കാരാണെന്ന് ഇപ്പൊ സൂരജ് പറയും. ഓക്കെ. അപ്പോൾ അത് നമ്മുടെ തന്നെ മെമ്പറായ ശ്രീ സന്തോഷ് അവറുകൾ ഭുവനേശ്വരി റോഡിലുള്ള ടീ ഷോപ്പ് നടത്തുന്ന അദ്ദേഹം കൊടുത്തിട്ടുള്ള സമ്മാന കൂപ്പണാണ് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും രണ്ടാമത്തെ നറുക്കെടുപ്പിനായിട്ട് ഒന്നുകൂടി ശ്രീ അനിൽകുമാറിനെ തന്നെ ക്ഷണിച്ചുകൊള്ളുന്നു. വീണ്ടും ആദ്യം 1ആണോ 2ആണോ അറിയാനാണ്. അത് മാത്രമാണ് ഇട്ടുള്ളത്. 1ആണോ 2ആണോ എന്ന് ഇപ്പൊ തീരുമാനിക്കാം. വീണ്ടും 1 തന്നെയാണ്. വീണ്ടും 10,001 മുതൽ 19,999 വരെയുള്ള നമ്പറാണ്. മുഴുവൻ നമ്പറാണ്. നാലാണ്. അപ്പോൾ 14,000 മുതൽ 14,999 വരെയുള്ള നമ്പറാകാം. 14,000 മുതൽ 14,999 വരെയുള്ള നമ്പറാകാം. 0. വീണ്ടും 14,000 മുതൽ 14,099 വരെ ആകാം. 7ആണ്.
14,070 മുതൽ 14,079 വരെയാകാം. 14,070 മുതൽ 14,079 വരെയുള്ള ഏത് നമ്പറുമാകാം. 8 കിട്ടിയിട്ടുള്ളത്. 8. അപ്പൊ 14,078 എന്ന് പറയുന്ന നമ്പറാണ്. അത് ആരാണ് കൊടുത്തെന്നുള്ളത് ശ്രീ സൂരജ് നമ്മളെ ഇൻഫോം ചെയ്യുന്നതാണ്. സുനിത KD. നമുക്കറിയാം ഇവിടെ നമ്മുടെ കോൺവെന്റ് റോഡിലുള്ള സ്കൂളിന് മുമ്പിൽ ഉള്ള സ്ഥാപനമായ ഇൻഫിനിറ്റി എന്ന് പറയുന്ന ചെറിയ ഒരു കട നടത്തുന്ന സുനിത സമ്മാന കൂപ്പൺ കൊടുത്തവർക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് മൂന്നാമത്തെ സമ്മാനമാണ്. മൂന്നാമത്തെ സമ്മാനം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ശ്രീലക്ഷ്മി കമ്പൈൻസ് സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു ഡിന്നർ സെറ്റാണ്. ഫുൾ ഡിന്നർ സെറ്റാണ്. ആ നറുക്കെടുപ്പ് നടത്തുന്നതിനായി ആ സ്പോൺസറായ ശ്രീ സുകുമാരൻ അവരെ തന്നെ ക്ഷണിച്ചു കൊടുത്തു. വീണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 1 ആണോ 2 ആണോ എന്ന് മാത്രമാണ് ആദ്യം എടുക്കുന്നത്. 1 ആണോ 2 ആണോ എന്നുള്ളത്. 2 ആണ്. 25,300 വരെയുള്ള ഏത് നമ്പറുമാകാം. 20,000 മുതൽ 25,300 വരെയുള്ള നമ്പറാകാം. അപ്പോൾ ഇനി നറുക്കെടുക്കുന്ന നമ്പർ, അടുത്ത നമ്പർ എന്ന് പറയുന്നത് 0123445. ഈ നമ്പർ മാത്രമാണ്. 0123445. പൂജ്യമാണ്. അപ്പൊ 20,000 തുടങ്ങുന്ന നമ്പർ ആയതുകൊണ്ട് ഇനി ഇടുന്ന നമ്പർ മുഴുവൻ നമ്പർ ഇടാം. 20,000 മുതൽ 20,999 വരെയുള്ള നമ്പർ ആയിരിക്കും. 2 ആണ്. അപ്പോൾ 20,200 മുതൽ 20,299 വരെയുള്ള നമ്പർ. 20,200 മുതൽ 20,299 വരെയുള്ള നമ്പർ ഏതുമാകാം. വീണ്ടും 9 ആണ്. അപ്പൊ 20,990 മുതൽ 20,999 വരെ നമ്പറാകാം. 5. 20,295 എന്ന് പറയുന്ന നമ്പറാണ് നമ്മുടെ മൂന്നാം സമ്മാനമായ ഡിന്നർ സെറ്റ് ശ്രീലക്ഷ്മി കമ്പൈൻ സ്പോൺസർ ചെയ്തിട്ടുള്ള ഡിന്നർ സെറ്റ് ലഭിച്ചിട്ടുള്ള. താങ്ക് യു വെരി മച്ച്. ഇനി നമുക്ക് നാലാമത്തെ സമ്മാനമായ നമ്മുടെ വൃത്തി സ്റ്റോർ സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു ക്ലീനിക് കിറ്റാണ്. ആ സ്പോൺസർ ചെയ്തിട്ടുള്ള സമ്മാനം നറുക്കെടുക്കുന്നതിനായി ശ്രീ ജെറി അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. വരേക്കാട് റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റാണ് അദ്ദേഹം. വീണ്ടും 1 ആണോ 2 ആണോ എന്ന് അറിയാനായിട്ട് 1ഉം 2ഉം മാത്രം. 1ഉം 2ഉം മാത്രം. 1 ആണ്. 10,001 മുതൽ 19,999 വരെയുള്ള നമ്പർ ആയിരിക്കും. മുഴുവൻ നമ്പറുകളും ഇടാം. 0 മുതൽ 9 വരെയുള്ള നമ്പർ ഇട്ടിട്ടാണ് അടുത്ത നറുക്കെടുപ്പ്. 4 ആണ്. 14,000 മുതൽ 14,999 വരെയുള്ള ഏത് നമ്പറുമാകാം. 14,700 മുതൽ 14,799 വരെയുള്ള നമ്പർ ഏതുമാകാം. 14,700 മുതൽ വീണ്ടും 7 ആണ്. 14,770 മുതൽ 779 വരെയുള്ള നമ്പർ 5 ആണ്. അപ്പൊ 14,775 എന്ന് പറയുന്ന നമ്പറാണ്. 14,775. ഇത് നമ്മുടെ റോഷൻ ട്രേഡേഴ്സ് എന്ന് പറയുന്ന ഗവൺമെന്റ് ഷോപ്പിംഗ് കോംപ്ലക്സിലുള്ള ശ്രീ വർഗീസ് കൊടുത്തിട്ടുള്ള സമ്മാന കൂപ്പണാണ് ഈ 4ാം സമ്മാനം ലഭിച്ചിട്ടുള്ളത്. ഇനി 5ാം സമ്മാനം നറുക്കെടുക്കാം. അതിനു മുമ്പായിട്ട് പ്രിയമുള്ളവരെ, നമ്മുടെ 3ാമത്തെ സമ്മാനം ലഭിച്ചിട്ടുള്ളത്, അതായത് ആ സമ്മാന കൂപ്പൺ കൊടുത്തിട്ടുള്ളത് വിൻസെന്റ് ചേട്ടനാണ്. NS ഏജൻസീസ് വിൻസെന്റ് ചേട്ടനാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ വീണ്ടും 5ാമത്തെ നറുക്കെടുപ്പിലേക്ക് പോവുകയാണ്. 5ാമത്തെ നറുക്കെടുപ്പ് നടത്തുന്നതിനായി ശ്രീ അബ്ദുൽ ലത്തീഫ്, ഗ്ലൈഡർ ഗാർമെന്റ് ഓണർ ശ്രീ അബ്ദുൽ ലത്തീഫ്. 1 ആണോ 2 ആണോ എന്നുള്ള നമ്പറാണ് ഉള്ളത്. ഗ്ലൈഡർ ഗാർബ് സംഭാവന നൽകുന്ന ഷർട്ടിനാണ്. 1 ആണ്. ഈ നമ്പറും 10,001 മുതൽ 19,999 വരെയുള്ള നമ്പറാണ്. 8 ആണ്. അപ്പോൾ 18,000 മുതൽ 18,999 വരെയുള്ള നമ്പറിൽ ഏതിലോ ആണ് ഈ 5ാം സമ്മാനം ലഭിച്ചിട്ടുള്ളത്. 15,800 അല്ലേ?
18,000. അപ്പോൾ 18,000 മുതൽ 18,099 വരെ 18,099 വരെ നമ്പറാണ് 6ആണ്. അപ്പോൾ 18,060 മുതൽ 18,069 വരെയുള്ള ഏതോ നമ്പറാണ് ഈ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. 18,004. അപ്പോൾ 18,064 എന്ന് പറയുന്ന നമ്പറാണ്. ഇസാക്കി ദുരൈ. നമുക്കറിയാം MDF ഫിഷ് എന്ന് പറയുന്ന നമ്മുടെ ചെട്ടിച്ചിറയിൽ ഒരു മീൻ കടയുണ്ട്. ആ മീൻ കട നടത്തുന്ന ശ്രീ ഇസാക്കി ദുരൈ കൊടുത്തിട്ടുള്ള സമ്മാന കൂപ്പറാണ് ഈ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഇവിടെ ഇനി അവശേഷിക്കുന്നത് ഒരു സമ്മാനം കൂടി നറുക്കെടുക്കാനാണ്. ഇവിടെ ഈ നിങ്ങൾ പങ്കെടുത്തവരുടെ പേരും ഡീറ്റെയിൽ എഴുതിയിട്ടുള്ള കൂപ്പണുകളുണ്ട്. ഈ കൂപ്പണുകൾ ഇവിടെ നറുക്കെടുക്കാൻ പോവാണ്. ആ കാണികളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ അവിടെ ബോൾ നിൽപ്പുണ്ട്. ബോളെ നമുക്ക് വിളിക്കാം. അങ്ങോട്ട് കൊടുക്കാം. ഇവിടെ നമ്മുടെ മെമ്പറായ അജീഷിന്റെ മോൾ ഐറിനാണ് കൂപ്പൺ എടുത്തിട്ടുള്ളത്, നറുക്കെടുത്തിട്ടുള്ളത്. അജീഷിന്റെ മോൾ ഐറിനാണ്. കിട്ടിയ നമ്പർ ഐറിൻ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ വൗച്ചർ ഈ സമ്മാന കൂപ്പൺ നൽകുന്നതിനായി നമ്മുടെ FAC റോഡ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ അനിൽകുമാറിനെ ക്ഷണിച്ചു. പ്രിയമുള്ളവരെ, ഇനി ഈ യോഗത്തിന് നന്ദി അർപ്പിക്കൽ മാത്രമാണുള്ളത്. നന്ദി പറയാനായി ഇവിടുത്തെ കോർഡിനേറ്റർ ഇവിടെ ഭംഗിയായി ഇവിടുത്തെ സ്ഥല സൗകര്യം അടക്കം അറേഞ്ച് ചെയ്തു തന്ന ശ്രീ സുനിലാണ്. സുനിൽ അവരെ നന്ദി പറയുന്നതിന് ക്ഷണിച്ചു കൊടുക്കും. ഹലോ. വ്യാപാരി വ്യവസായ പുനരുദ്ധി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഓണം വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന നറുക്കെടുപ്പിൽ ഇന്ന് 6ാമത് നറുക്കെടുപ്പാണ്. അതിൽ ആദ്യമായി FAC റോഡ് അസോസിയേഷന്റെ പ്രസിഡന്റായ അനിലിനെ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മളുടെ അംഗവും അതുപോലെ തന്നെ ശ്രീലക്ഷ്മി ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ഓണറായ സുകുമാരൻ ചേട്ടനെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. വരക്കാട് റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വന്നിരിക്കുന്ന റെജിക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മുടെ അംഗവും അതുപോലെ തന്നെ റെഡിമേഡ് ഷോപ്പിന്റെ ഓണറുമായ ലത്തീഫിന് ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഞാൻ ആദ്യമേ പറയട്ടെ, ഇതിന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ഭംഗിയാക്കി നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങളെ കോർഡിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് പ്രസിഡന്റിന് ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഞങ്ങളുടെ സെക്രട്ടറിയും എല്ലാ കാര്യത്തിലും ഓടി തുടങ്ങി വന്ന ഞങ്ങളൊപ്പം കൂടുന്ന അരുണിനെ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതേപോലെ എല്ലാ കമ്മിറ്റി ഭാരവാഹികൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇന്ന് ഇവിടെ ഇത് കാണാനെത്തിയ കാണികൾക്കും മറ്റുള്ള എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇവിടെ ഈ അവസരം ഒരുക്കി തന്ന, ഈ ഒരു സംരംഭം ഇവിടെ നടത്താൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ഥലം തന്ന, അല്ലെന്നുണ്ടെങ്കിൽ നടത്താൻ ഞങ്ങൾക്ക് വേണ്ടി സഹകരിച്ച ഈ ഷോപ്പിൻ്റെ ഉടമ, അദ്ദേഹത്തിൻ്റെ ആ ഉടമയ്ക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ പ്രോഗ്രാമിന് ഇവിടെ സഹകരിച്ച ഇവർക്ക് നമ്മുടെ ഒരു ടോക്കൺ ഓഫ് ലവ് നൽകാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇന്ന് ചീഫ് ഗസ്റ്റ് ഇല്ലാത്ത അഭാവം നികത്തിയ നമ്മുടെ FAC റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ അനിൽകുമാറാണ്. അദ്ദേഹത്തിന് ഒരു ടോക്കൺ ഓഫ് ലവ് നൽകുന്നതിനായി നമ്മുടെ മെമ്പറും ഇവിടെ തന്നെ തൊട്ടടുത്ത് സ്ഥാപനം നടത്തുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം RJ വെജിറ്റബിൾസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഉടമയായ ശ്രീ രാജേഷ് അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇനി നമ്മുടെ തന്നെ അംഗമാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുമായിട്ട് വളരെയധികം ഈ പറയുന്ന ഭരണസമിതിയെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ശ്രീ സുകുമാരൻ അവറുകളാണ്. അദ്ദേഹത്തിന് ഒരു ടോക്കൺ ഓഫ് ലവ് നൽകുന്നതിനായി നമ്മുടെ മുൻ പ്രസിഡന്റായിരുന്ന ശ്രീ ഷാജി അവറുകളെ ക്ഷണിച്ചു. ദീർഘകാലം പ്രസിഡന്റായിരുന്നു അദ്ദേഹം. ഈ വ്യാപാര
കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പൊന്നുന്നി യൂണിറ്റ് ഇവിടെ ആരംഭിച്ചപ്പോൾ ഏകദേശം 1990 കാലഘട്ടങ്ങളിൽ ആരംഭിച്ചപ്പോൾ ഉണ്ടായിരുന്ന പ്രസിഡന്റാണ്. ആലോചിക്കണം, 10-30 കൊല്ലം കഴിഞ്ഞിട്ടുള്ള യങ്ങാണ് നമ്മുടെ പ്രസിഡന്റ് ഇപ്പോഴും. അദ്ദേഹത്തിന് നന്ദി പറയുന്നു. ഇനി നമുക്ക് നമ്മുടെ മരേക്കാട് റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റായ ശ്രീ ജെറി അവറുകളാണ്. അദ്ദേഹത്തിന് നന്ദി. നമ്മുടെ സ്നേഹോപകാരം നൽകുന്നതിനായി ശ്രീ അജേഷ് ക്ഷണിച്ചു കൊടുത്തു. അജേഷ് നമുക്കറിയാം, കഴിഞ്ഞ തവണത്തെ നമ്മുടെ പ്രോഗ്രാമിന് ഒരു ടൂൾ കിറ്റ് അല്ലെ ഗ്രൈൻഡർ, നമുക്ക് ഒരു ചെറിയ ഗ്രൈൻഡർ നമുക്ക് സമ്മാനം നൽകിയതാണ്. ഈ അവസരത്തിൽ അദ്ദേഹത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ സമ്മാനം നമ്മുടെ ടോക്കൺ ഓഫ് ലവ് അദ്ദേഹത്തിന് കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് ഏൽപ്പിച്ചുള്ളൂ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇനി നമുക്കറിയാം, നമ്മൾ തന്നെ മെമ്പറായ ശ്രീ അബ്ദുൽ ലത്തീഫാണ്. അദ്ദേഹത്തിന് ഒരു സ്നേഹോപകാരം നൽകുന്നതിനായി ഈ പ്രദേശത്തെ കോർഡിനേറ്റർ കൂടിയായ ഈ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞ ശ്രീ സുനിൽ അവരെ ക്ഷണിച്ചു കൊടുത്തു. പ്രിയമുള്ളവരെ, 6ാമത്തെ നറുക്കെടുപ്പ് വിപണിയിൽ കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി ഓണം വ്യാപാരോത്സവം 2025 എന്ന് പറയുന്ന ആ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നടത്തിയ 6ാമത്തെ നറുക്കെടുപ്പ് പരിപാടി ഇവിടെ അവസാനിപ്പിച്ചതായി പ്രഖ്യാപിക്കുന്നു. താങ്ക് യു വെരി മച്ച്.